നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ആ ദൈവത്തിന്റെ യാഗത്തെ മറന്നു കളഞ്ഞവരായി, അറിയാത്തവരായി, ദൈവനിഷേധികളായി, ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ പകർന്നിരിക്കുന്ന സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് നിത്യ അഗ്നിയിൽ ദണ്ഡനം അനുഭവിക്കാനായി മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് എന്നുകൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഓർപ്പിച്ചു വിടുകയാണ്. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾക്ക് കരുതുന്നവരായിരിക്കാം. പ്രിയമുള്ളവരെ, ഏറിയാൽ 70, ഏറെയായാൽ 80 മാത്രം ഒരു മനുഷ്യന്റെ ആയുസ്. അത് വേഗം കഴിഞ്ഞു പോകും. രാവിലെ ഒരു പുല്ല് വളർന്നു വന്ന്, ഒരു സസ്യം വളർന്നു വന്ന്, അതിൽ മനോഹരമായ ഒരു പൂവുണ്ടായി. അത് സൗരഭ്യം വളർത്തി. അത് വൈകുന്നേരമാകുമ്പോൾ അത് തണ്ടിൽ നിന്ന് തണ്ടറ്റ് നിലത്ത് വീണ് അതില്ലാതെയായി പോകുന്നത് പോലെയാണ് മനുഷ്യ ജീവിതം. എന്തെല്ലാം നേടിയാലും വാരിക്കൂട്ടിയാലും സമ്പാദിച്ചാലും, ശ്രേഷ്ഠകരമായ നാമങ്ങളും പദവികളും സമ്പാദിച്ചാലും, ഒരു നിമിഷം നിങ്ങളുടെ പ്രാണൻ പോയ എല്ലാം നഷ്ടം. അത് 70 വയസ്സായിട്ടേ പോകൂ എന്നില്ല. 16 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരും 18 വയസ്സുള്ളവരും യൗവനക്കാരും ബാല്യക്കാരും എല്ലാവരും ഏത് നിമിഷവും ജീവിതയാത്രയിൽ തകർന്നു പോകുന്നു. എന്നാൽ ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തി ഏത് നിമിഷം മരിച്ചാലും അവന്റെ ഉള്ളിൽ ഒരു നിത്യത, ഒരു പ്രത്യാശയുണ്ട്. ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് എന്റെ ആത്മാവ് പോകും. ഈ മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം ഈ മണ്ണിൽ ചേരും. ഇതിന്റെ ഉള്ളിൽ ദൈവമൂതിയ സ്വർഗത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. അതിനായിട്ട് ദൈവത്തിനായി കാത്തിരിക്കുക. പണവും പ്രതാപവും വാരിക്കൂട്ടുവാൻ വേണ്ടി ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുന്ന യാത്രയ്ക്ക് ഇന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആദ്യം ദൈവത്തെ അന്വേഷിപ്പാനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ദൈവത്തിന്റെ രാജ്യത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങളുടെ ആത്മാവിനെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ആത്മാവിന്റെ വില സ്വർഗത്തിൽ വിലയേറിയതാണെന്ന് മനസ്സിലാക്കുക. അതിനായി ഒരുങ്ങുവാൻ ഈ പ്രഭാഷണം, ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. താൽക്കാലികമായി ജഡത്തിന് സുഖം അനുഭവിക്കത്തക്ക രീതിയിൽ വെള്ളത്തിലെ കുമിള പോലെയുള്ള സൗഭാഗ്യങ്ങൾക്കായി ഓടി നിങ്ങളുടെ നിത്യ ജീവിതത്തെ നശിപ്പിക്കാതെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുക, സൃഷ്ടിതാവിനു വേണ്ടി സമർപ്പിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾ ഒരു ധനവാനായിരിക്കാം, നിങ്ങൾ ഉയർന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ തലമുറകൾ എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങളെ അനുസരിക്കുന്നവരാണോ? നിങ്ങളെ ഭയപ്പെടുന്നവരാണോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? അതിനകത്ത് ദൈവിക സമാധാനമുണ്ടോ? ദൈവിക സ്വസ്ഥത അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? പണത്തിന് ഇതൊന്നും തരുവാൻ സാധ്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കാതെ നാം വാരിക്കൂട്ടുന്ന സമ്പാദ്യങ്ങൾ കൊണ്ട് അവർ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും മ്ലേച്ഛതകൾക്കും പാപത്തിനും അധീനരായി നശിച്ചു പോയാൽ നമ്മൾ സമ്പാദിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? അവരെ ദൈവിക വഴികൾ, ദൈവിക ഭയത്തിൽ നടത്തണമോ? മാതാപിതാക്കളായ നിങ്ങൾ ദൈവമുള്ളവരായിരിക്കണം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിത്തീരണം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ ജ്ഞാനത്താലും നിങ്ങളുടെ തലമുറ നശിച്ചു പോകാതെ അവരെയും ദൈവിക വഴികളിൽ നടത്തുവാൻ ദൈവം സർവശക്തിയുള്ളവനാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഒരു മതപ്രഭാഷണമല്ല ഇത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അല്പം വിശദീകരിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയിരുത്തുക. നേടിയ സമ്പാദ്യങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. ഇവിടുത്തെ പദവിയും പ്രതാപങ്ങളും നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന വിലയേറിയ സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവ്, അതിനെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. ദൈവം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ എനിക്ക് വസിക്കുവാനുള്ള മന്ദിരമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ എൻ്റെ ആലയമാണ്. അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും അല്ല ദൈവം വസിക്കുന്ന